കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കാരമലൈസ്ഡ് അനിയൻ ചിക്കൻ ബർഗറാണ്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ പുറത്തു നിന്നൊന്നും ബർഗർ വാങ്ങുകയേ ചെയ്യില്ല. കാരണം ഇത് നല്ല ടേസ്റ്റിയാണ്, നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ ബർഗർ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കാദ്യം ചൂടായ പാനിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 250 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക. എന്നിട്ട് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ചിക്കൻ ഒന്ന് വെള്ള കളറായിട്ട് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ്. പിന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വരെ പപ്രിക്ക പൗഡർ ചേർത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് സാധാരണ മുളക് പൊടിയും ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ, ഇഞ്ചി പേസ്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ചേർക്കുന്നത് 1.5 ടീസ്പൂൺ വരെ ചെറുനാരങ്ങ നീരാണ്. അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 8 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 8 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്, കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് മഷ്റൂമാണ് ചേർക്കുന്നത്. 200 ഗ്രാം മഷ്റൂം ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ മഷ്റൂം ഇല്ലെങ്കിൽ ചിക്കൻ മാത്രം വെച്ചിട്ടും ചെയ്യാം. പക്ഷേ മഷ്റൂം ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും മഷ്റൂം കൂടി ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ് ചേർക്കുന്നത്. ഇതില്ലെങ്കിൽ ഒരു തക്കാളി മിക്സിയിൽ അരച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഒരു വലിയ തക്കാളി എടുക്കുക, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 2 തക്കാളി അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ മഷ്റൂമും കൂടി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ആ ചിക്കൻ്റെ കൂടെ കിടന്ന് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അവസാനം ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ ബേസിൽ ലീവ്സ് ഇത്രയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം 4 കളറിൽ ഗ്രീൻ, റെഡ്, ഓറഞ്ച്, യെല്ലോ 4 കളറിലുള്ള ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരെണ്ണം മതി കേട്ടോ, ഒരു കളറ് തന്നെ ധാരാളമാണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ 4 എണ്ണം ഉള്ളതുകൊണ്ട് 4 വിധം നല്ല കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് എടുത്തതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് അതൊന്നിങ്ങനെ കരിച്ചെടുക്കണം. ബട്ടർ ഒന്ന് ബ്രൗൺ കളറായിട്ട് വരണം. ബട്ടർ ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം പഞ്ചസാര ചേർത്തിട്ട് അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുകയാണ്. പഞ്ചസാരയും ബട്ടറും കൂടി നല്ലോണം ഒന്ന് കളറ് മാറി നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇതും ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കണം കേട്ടോ. ഈ ഒരു നമ്മൾ കാരമലൈസ് ചെയ്ത് പഞ്ചസാരയിലും ബട്ടറിലും കിടന്നിട്ട് നമ്മുടെ സവാളയും കൂടി നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച 4 കളറിലുള്ള ബെൽ പെപ്പർ, ഗ്രീനും റെഡ്, ഓറഞ്ച്, യെല്ലോ 4 കളറിലുള്ള ബെൽ പെപ്പർ ചേർത്തിട്ട് ഏകദേശം 1 മിനിറ്റ് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ കുറച്ച് 2-3 നുള്ളി ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റ് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതും അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയ ഈ ഒരു മിക്സ് നമ്മുടെ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഭയങ്കര രുചിയുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്. നമുക്ക് ബർഗർ എത്ര കഴിച്ചാലും മതിയാവില്ല ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ. ഇനി നമുക്ക് വേണ്ടത് ബർഗറിൻ്റെ സോസാണ്. ഞാനിവിടെ ഗാർലിക് സോസ് ഏകദേശം ഒരു 1/3 കപ്പോളം ഗാർലിക് സോസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണൈസും എടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ശ്രീരാച്ച മയോ സോസ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ശ്രീരാച്ച മയോ സോസ് നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. ഇനി അഥവാ ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഗാർലിക് സോസ് മാത്രമായിട്ട് അല്ലെങ്കിൽ മയോണൈസ് മാത്രം ചേർത്താലും മതി. ഇത് നിർബന്ധമൊന്നുമില്ല. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി ഇനി നമുക്ക് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബർഗറിന് വേണ്ടിയിട്ടുള്ള സോസും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഞാനൊരു ബർഗർ ബണ്ണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് എല്ലാ ഭാഗത്തും നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ബണ്ണിൻ്റെ മറ്റേ പീസിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ക്രീമാണ് കേട്ടോ. ഫ്രഷ് ക്രീം ഞാൻ ചേർക്കുന്നത് കുക്കിംഗ് ക്രീമാണ്. ഫ്രഷ് ക്രീമായിരിക്കും ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ക്രീം ചേർത്തിട്ട് നല്ലതുപോലെ എല്ലാ ഭാഗത്തും ആയി കൊടുക്കുക. ക്രീം അഥവാ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഈ ക്രീം തേച്ച ബണ്ണിൻ്റെ മുകളിലോട്ട് ഒരു ചീസ് സ്ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു 20 സെക്കൻഡ് വരെ ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ചീസ് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടും. അല്ലെങ്കിൽ ഒരു പാനിൽ വെച്ചിട്ട് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി മെൽറ്റാക്കി എടുത്താലും മതി. ഇനി നമ്മൾ സോസ് പുരട്ടി വെച്ച ബണ്ണിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഫില്ലിംഗ് നല്ലോണം വെച്ച് കൊടുക്കുക, നമുക്ക് പറ്റുന്ന അത്രയും. അങ്ങനെ ആകുമ്പോൾ ബർഗർ ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. ഈ ഫില്ലിങ്ങിന് നമുക്കങ്ങനെ ഒരു മടുപ്പിക്കുന്ന ഒരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതേപോലെ നമ്മുടെ ചീസ് സ്ലൈസ് വെച്ച ബണ്ണും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. വേറെ ഒരു ഇൻഗ്രീഡിയൻസ് നമുക്കിതിൽ ചേർക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇത്രയും മാത്രം മതി. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ബർഗർ ഉണ്ടായാൽ നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ധാരാളം അത് തന്നെ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. Thank you.